രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ചൈനയുടെ പ്രദേശങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്നാൽ US ചൈനയ്ക്ക് പിന്തുണ നൽകുകയുണ്ടായി. ഈ കാരണത്താൽ US പെട്ടെന്ന് ആക്രമിച്ച് ചൈനയ്ക്കുള്ള പിന്തുണയിൽ നിന്ന് US പിന്മാറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബറിൽ ആക്രമണം നടത്തിയത്. 1941 ഡിസംബർ 7-ന് 7:55 ജാപ്പനീസ് വിമാനത്തിൻ്റെ ആദ്യ തരംഗം പേൾ ഹാർബറിൽ ഇറങ്ങി. 6 വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വിക്ഷേപിച്ച ബോംബറുകൾ, ടോർപിഡോ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ 353 വിമാനങ്ങൾ ഉൾപ്പെടുന്ന ആക്രമണം കൃത്യമായി ആസൂത്രണം ചെയ്തു. പേൾ ഹാർബറിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലുകളായിരുന്നു പ്രാഥമിക ലക്ഷ്യം. മിനിറ്റുകൾക്കുള്ളിൽ US അരിസോണ, US ഒക്ലഹോമ തുടങ്ങിയ കപ്പലുകൾ തീപിടിക്കുകയോ മുങ്ങുകയോ ചെയ്തു. US അരിസോണയിലെ ഒരു സ്ഫോടനം ഉണ്ടായി. 1100-ലധികം ജോലിക്കാർ കൊല്ലപ്പെട്ടു. ജാപ്പനീസ് വിമാനങ്ങൾ അടുത്തുള്ള എയർഫീൽഡുകൾ ലക്ഷ്യമാക്കി. 180-ലധികം വിമാനങ്ങൾ നിലത്ത് നശിപ്പിക്കുകയും US വ്യോമ പ്രതിരോധത്തെ തകർക്കുകയും ചെയ്തു. 8:50-ന് ജാപ്പനീസ് വിമാനത്തിൻ്റെ രണ്ടാമത്തെ തരംഗം ആഞ്ഞടിച്ചു. ഇത് കൂടുതൽ നാശത്തിന് കാരണമായി. പക്ഷേ ഇൻ്റർനെറ്റ് ഡിപ്പോകളും റിപ്പയർ സൗകര്യങ്ങളും പോലുള്ള പ്രാഥമിക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ആക്രമണം 1 മണിക്കൂറിലധികം നീണ്ടു നിന്നില്ലെങ്കിലും ആഴത്തിലുള്ള ആഘാതം അവശേഷിപ്പിച്ചു. സാധാരണക്കാർ ഉൾപ്പെടെ 2400-ലധികം അമേരിക്കക്കാർ കൊല്ലപ്പെടുകയും 1000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കേടുപാടുകൾ ഒട്ടനവധിയുണ്ടായി. മറ്റ് നിരവധി കപ്പലുകളും വിമാനങ്ങളും ഉൾപ്പെടെ 8 യുദ്ധക്കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ മുങ്ങുകയോ ചെയ്തു. നാശമുണ്ടായിട്ടും സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റെവിടെയെങ്കിലും നിലയുറപ്പിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലുകളും നശിപ്പിക്കുന്നതിൽ ജപ്പാന്റെ പരാജയം US വേഗത്തിൽ വീണ്ടെടുക്കാൻ അനുവദിച്ചു. ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണം ജപ്പാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിരുന്നു. അമേരിക്ക യുദ്ധത്തിൽ ചൈനയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും എന്ന് വിശ്വസിച്ചാണ് ജപ്പാൻ പേൾ ഹാർബറിൽ ആക്രമണം നടത്തിയത്. അതായത് ഒരു ആക്രമണം US നടത്തുകയാണെങ്കിൽ US പേടിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് ജപ്പാൻ കരുതി. എന്നാൽ ഫലമുണ്ടായത് നേരെ വിപരീതമാണ്. അടുത്ത ദിവസം പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുകയും ഡിസംബർ 7-ന്റെ ആക്രമണത്തിന് പകരമായി അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കുള്ള തങ്ങളുടെ പ്രവേശനം നടത്തുകയും ചെയ്തു. പേൾ ഹാർബറിനെതിരായ ആക്രമണത്തിന് ശേഷം ജപ്പാൻ പസഫിക്കിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുടനീളവും വേഗമേറിയതും സുപ്രധാനവുമായ വിജയങ്ങളുടെ ഒരു പരമ്പര നേടി. ഈ വിജയങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ജപ്പാന്റെ സൈനിക ശക്തിയും തന്ത്രപരമായ ആസൂത്രണവും പ്രകടമാക്കി. ഫിലിപ്പൈൻസിൻ്റെ കീഴടങ്ങൽ. ജപ്പാൻ ഫിലിപ്പൈൻസിൽ ആക്രമണം നടത്തി. അമേരിക്കൻ ഫിലിപ്പിനോ സേനയെ പരാജയപ്പെടുത്തി. ബറ്റാനിൻ്റെയും കൊറേജിഡോറിൻ്റെയും പതനം ഒരു വലിയ വിജയമായി അടയാളപ്പെടുത്തി. ദ്വീപ സമൂഹത്തിൻ്റെ നിയന്ത്രണം ജപ്പാന് കിട്ടി. മലയയും സിംഗപ്പൂരും പിടിച്ചെടുക്കൽ. ജപ്പാൻ സൈന്യം മലയയിലെ ബ്രിട്ടീഷ് പ്രതിരോധം കീഴടക്കുകയും 1942 ഫെബ്രുവരിയിൽ സിംഗപ്പൂർ പിടിച്ചടക്കുകയും ചെയ്തു. 80,000-ലധികം സൈനികർ തടവിലാക്കപ്പെട്ട സിംഗപ്പൂരിൻ്റെ പതനം ബ്രിട്ടീഷ് അന്തസ്സിന് കനത്ത പ്രഹരമായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് കീഴടക്കുന്നു. ജപ്പാൻ ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് ഇന്നത്തെ ഇന്തോനേഷ്യ പിടിച്ചെടുത്തു. സുപ്രധാന എണ്ണ സ്രോതസ്സുകളിലേക്ക് പ്രവേശനം നേടി. ജപ്പാന്റെ യുദ്ധശ്രമത്തിന് ഇത് നിർണായകമായ തന്ത്രപരമായ വിജയമായിരുന്നു. ബർമ പ്രചാരണം. ചൈനയുടെ പ്രധാന വിതരണ പാതയായ ബർമ റോഡ് വെട്ടിമാറ്റി ജാപ്പനീസ് സൈന്യം ബർമയിലേക്ക് മുന്നേറി. ഇത് ചൈനയെ ഒറ്റപ്പെടുത്തുകയും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ജപ്പാന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. പസഫിക് ദ്വീപ് പ്രചാരണങ്ങൾ. ജപ്പാൻ പസഫിക്കിലെ പ്രധാന ദ്വീപുകൾ പിടിച്ചെടുത്തു. ഗുവാം ആൻഡ് വേക്ക് ഐലൻഡ്, ന്യൂ ബ്രിട്ടനിലെ റബാൾ ഇത് ഒരു പ്രധാന ജാപ്പനീസ് താവളമായി മാറി. സോളമൻ ദ്വീപുകളുടെ ഭാഗങ്ങളും ജപ്പാൻ പിടിച്ചെടുത്തു. 1942-ലെ ജാവ കടൽ യുദ്ധം. ജാവ കടലിൽ സഖ്യകക്ഷികളുടെ നാവികസേനയെ ജപ്പാൻ നിർണായകമായി പരാജയപ്പെടുത്തി. തെക്ക് കിഴക്കൻ ഏഷ്യയ്ക്ക് ചുറ്റുമുള്ള ജലത്തിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കി. പസഫിക്കിലേക്കുള്ള വികാസം. ന്യൂ ഗിനിയ, ഗിൽബർട്ട് ദ്വീപുകൾ, ആൻഡമാൻ ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ജപ്പാന്റെ നാവികസേന പസഫിക്കിൽ തുടക്കത്തിൽ തന്നെ ആധിപത്യം സ്ഥാപിച്ചു. ഈ വിജയങ്ങൾ ജപ്പാന് വിശാലമായ പ്രദേശങ്ങളിലേക്കും വിഭവങ്ങളിലേക്കും നിയന്ത്രണം നൽകി. ഗ്രേറ്റർ ഈസ്റ്റ് ഏഷ്യ ക്രോസ് പ്രോസ്പിരിറ്റി സ്ഫിയർ സൃഷ്ടിച്ചു. എന്നിരുന്നാലും സഖ്യകക്ഷികൾ വീണ്ടും സംഘടിച്ച് പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതിനാൽ ഈ വിജയങ്ങൾ ഹ്രസ്വകാലമായിരുന്നു.